ദിസ് വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. ഇനി മറ്റുള്ളവരുടെ ലൊക്കേഷൻ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ ഫ്രണ്ടിന് ലൊക്കേഷൻ വേണം. അവരുടെ ലൊക്കേഷൻ എങ്ങനെ എടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അവർക്ക് ഒരു ലിങ്ക് അയച്ചിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ലൊക്കേഷൻ എടുക്കാം. ഞാൻ ഇവിടെ എന്റെ കൂട്ടുകാരന് ലിങ്ക് അയച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഫിഷിംഗ് അറ്റാക്ക് എല്ലാ പാർട്ടും കഴിഞ്ഞാൽ ബഗ് ബൗണ്ടി ആയിരിക്കും. ഒരു വീക്കിൽ നിങ്ങൾക്ക് 50,000 to 60,000 വരെ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് അടുത്ത ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലിടുന്ന എല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിക്കുള്ള രീതിയിലായിട്ടുണ്ടാവും. ലൊക്കേഷൻ ഹാക്കിംഗ് തുടങ്ങാം. ഈ ടെക്സ്റ്റ് എഡിറ്റർ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഗിറ്റ്ഹബിന്ന് സീക്കർ എന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പൊ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമില് സീക്കർ ഗിറ്റ്ഹബ് സെർച്ച് ചെയ്യുക. അതിൽ ഈ കാണുന്ന ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ കോഡില് ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും, അത് കോപ്പി ചെയ്യുക. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഗിറ്റ് ഗ്ലോണ് അടുത്ത് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി LS അടിച്ചു നോക്കാം. അപ്പൊ ഇവിടെ സീക്കർ നേരെ കാണാം. സീക്കറിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. CD സീക്കർ LS അടിച്ചു നോക്കാം. ഇതെല്ലാം CH മോഡ് ആക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ടൂൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. NGROക്ക് ഇൻസ്റ്റാൾ ചെയ്യണം ആ ടൂള്. അപ്പൊ അതിന് ക്രോമോ അല്ലെങ്കിൽ പ്രോക്സി ഏതെങ്കിലും എടുക്കുക. അവിടെ സെർച്ച് ചെയ്യുക NGROക്ക്. ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് ലോഗിൻ ഇന്നാണ്. നിങ്ങൾ സൈനിങ് അപ്പ് ചെയ്യുക ഗൂഗിൾ ID വെച്ചിട്ട്. ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ് പ്രൊസീജിയർ ഇത്ര ഫാസ്റ്റ് ആയത്. അവിടെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഇൻസ്റ്റാളേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അടിക്കണം സ്ക്രോൾ ചെയ്യുക. അവിടെ ലിനക്സ് ഉണ്ടാവും. ലിനക്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്. ലിനക്സ് ചൂസ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എടുത്ത് ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫയലിൽ പോയി നോക്കാം. ഫയലില് ഡൗൺലോഡ്സിൽ അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതൊന്ന് ബാക്ക് അടിക്കാം. ഇനി CD ഡോട്ട് ഇതൊന്ന് ബാക്ക് അടിക്കാം. ഇനി LS CD ഒന്ന് ഡൗൺലോഡ്സിൽ പോവാം. ഡൗൺലോഡ്സിൽ എൻ്റർ അടിക്കുക. അതിൽ LS അടിച്ചു കഴിഞ്ഞാല് ഇവിടെ ഉണ്ടാവും. അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഹറന്ന് ഫയല് അതിനുള്ള പ്രൊസീജിയറും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. sudo -xvzf ഇതുവരെ കോപ്പി ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്ത് ഈ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് അതൊന്ന് കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. പാസ്വേഡ് അടിക്കുക. എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. LS എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം NGROക്ക് ആ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പ്രോക്സി പോവാം. കണക്ട് ചെയ്യണം. നമ്മളെ അക്കൗണ്ട് കണക്ട് ചെയ്യണം. അതിന് NGROക്ക് ഇത് കോപ്പി ചെയ്യുക. അടുത്തത് കോപ്പി ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ട് നമ്മളെ അക്കൗണ്ട്. ഇനി പോർട്ട് കണക്ട് ചെയ്യണം. എൻ്റർ അടിക്കുക. ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഉള്ളതൊക്കെ സക്സസ് ആണ്. ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇത് ബാക്ക് അടിക്കുക. ഇത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ഒക്കെ പോകും. അപ്പൊ നേരത്തെ ഡൗൺലോഡ് ചെയ്തില്ലേ സീക്കർ, അതൊന്നുകൂടി എടുക്കുക.
CD ഡോട്ട് ഇപ്പൊ ഡൗൺലോഡ്സിലാണ് ഉള്ളത്, അത് ബാക്ക് അടിക്കുക. LS അടിക്കുക. LS CD സീക്കർ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ LS അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഫയൽ ഉള്ളതെന്ന് കാണാം. അതില് chmod +X* എന്ന ഓൾ ഫയല് എൻ്റർ അടിക്കുക. ഇതിലോട്ട് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നേരത്തെ GitHub സീക്കർ എടുത്തല്ലോ, അതിൽ ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാല് ഇവിടെ പൈത്തൺ 3 സീക്കർ കാണാം. അതൊന്ന് കോപ്പി ചെയ്യുക, ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, നിയർ യു, ഗൂഗിൾ ഡ്രൈവ്, വാട്സപ്പ്. എനിക്ക് ഏത് ഓപ്ഷനും വേണ്ടി ചൂസ് ചെയ്യാം. ഞാൻ ഒന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് ചൂസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഏത് ഗൂഗിൾ ഡ്രൈവ് കാണോ സേവ് ചെയ്യേണ്ടത്, google.com. എൻ്റെ google.com കൊടുക്കണം. അപ്പൊ പോർട്ടിലോട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന ലിങ്ക്, ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്ത് ക്രോം പോയിക്കാണ്ട് ഇവിടെ വിസിറ്റ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ കാണാം ഇതിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ. കോപ്പി ചെയ്യുക, ക്രോമില് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയ ഔട്ട്പുട്ട് ഇപ്പൊ ഞാൻ എവിടെ ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നുള്ളത്. അപ്പൊ ഈ ലിങ്ക് ഇവിടെ ഉള്ള ഈ താഴെ കാണുന്ന ലിങ്ക്, ഈ ഫോർവേഡിങ് പറഞ്ഞ ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അവിടെ ലൊക്കേഷൻ എടുക്കാൻ കഴിയും. ഞാൻ അപ്പൊ നേരത്തെ പിന്നെ ലൊക്കേഷൻ എടുത്തത്. പിന്നെ താഴെ കാണും ഇതിന്റെ ലൊക്കേഷൻ കാണാം. ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ. പിന്നെ ഏതാ സിം, എവിടെയാണ് കൺട്രി, കേരള, സിറ്റി ഏതാന്നൊക്കെ എല്ലാം കാണാൻ പറ്റും. അതേമാതിരി ഇനി നമുക്ക് എന്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു നോക്കാം. ഈ ലിങ്ക് തന്നെ, ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. എന്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു നോക്കാം ഈ ലിങ്ക്. ഏട്ടാ നിന്റെ ഫോട്ടോ അല്ല ഇത്, ഇതുപോലെ നിങ്ങളെ കൂട്ടുകാരെ പറ്റിക്കാനും പറ്റും. അവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റിലോട്ടേക്ക് പോവുക. അവിടെ വിസിറ്റ് സൈറ്റ് അവൻ ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കാളി ലിനക്സ് ടെർമിനലിൽ കാണിക്കും. ഇപ്പൊ ഇവിടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി അവന്റെ ലൊക്കേഷൻ ഇതുപോലെ കിട്ടും. ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാനും എന്റെ ചാനൽ എത്തിക്കൽ എക്സ് അക്കാദമി ഉത്തരവാദിയാവില്ല. ഈ വീഡിയോയിൽ ഫിഷിംഗ് അറ്റാക്ക് വന്നാൽ എങ്ങനെ അതിൽ നിന്നും രക്ഷ നേടാം എന്നത് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കിംഗ് ആയിരിക്കും എന്നാണ്. അടുത്ത ട്യൂട്ടോറിയൽ അതായിരിക്കും, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കിംഗ് ആയിരിക്കും.